എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള എഗ് റോൾ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് എഗ് റോൾ ഉണ്ടാക്കാം. ഒരു പാൻ എടുക്കുക. അപ്പോൾ കുറച്ച് കുഴിയുള്ള പാനാണ് നല്ലത്. അതുപോലെ തന്നെ അടിയിൽ വട്ടം കുറവുള്ള പാനാണ് നല്ലത്. ചൂടാവുമ്പോൾ ബട്ടർ അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മുട്ട ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ഉടനെ തന്നെ നമ്മൾ തീ സിമ്മിലാക്കിയിട്ട് ആവശ്യത്തിനുള്ള നമുക്കിഷ്ടത്തിനുള്ള പച്ചക്കറികൾ, കുറച്ച് ക്യാരറ്റ്, തക്കാളി, അതുപോലെ തന്നെ സബോള, ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. കാബേജ് ചേർത്ത് കൊടുക്കാം. എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി മേലെ നമുക്കൊന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ടോർട്ടില്ല, ടോർട്ടില്ലയുടെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മേലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്താൽ മതി, ചൂടൊന്നും ആവില്ല. ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം മുട്ട അടിയിലൊക്കെ നന്നായിട്ടൊന്ന് വേവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് പൊന്തിച്ച് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചട്ടുകം വെച്ചിട്ടൊന്ന് ഇങ്ങനെ നീക്കി നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ നീങ്ങുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എടുത്ത് ഇത് മറിച്ചിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുക. അടിയിലൊന്ന് നമ്മുടെ ടോർട്ടിയിലൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് റോൾ ചെയ്യാനായിട്ട് പറ്റുക. ഇപ്പോൾ കണ്ട മുട്ടയൊക്കെ നല്ല ഭംഗിയായിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായി സ്പ്രെഡായിട്ടുണ്ട്. ഇനി ഇത് അടിവശം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് എടുക്കാം. ഇപ്പോൾ നമുക്കിത് എടുക്കാം. ഇപ്പോൾ കണ്ട നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിന് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. മയണൈസ് വേണമെങ്കിൽ മയണൈസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെയും ഉണ്ടാക്കിയെടുത്തു. ഇതിൽ ഞാൻ കുറേ ക്യാബേജ് അങ്ങനെയൊക്കെ ഇട്ടു. കുറച്ചും കൂടി തിക്കായിട്ട് വരും ലെയർ. ഇനി ഇതെടുത്തിട്ട് വീണ്ടും നമ്മൾ ചെയ്ത പോലെ തന്നെ ടൊമാറ്റോ സോസൊക്കെ ഇട്ട് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കാം. 3 വലിയ മുട്ടയാണെങ്കിൽ നമുക്കിതേപോലെ ഒരു 4 റോളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.